അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തു അൽ ഹിജ്റിലെ 1 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് പിശാചിൻ്റെ കെണിയിൽപ്പെടാതെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗലോകമുണ്ടെന്നും നിർഭയത്വത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും അവർ അവിടെ പ്രവേശിക്കുമെന്നുമാണ് കഴിഞ്ഞ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يمسهم فيها نصب وما هم منها بمخرجين. نبئ عبادي أني أنا الغفور الرحيم. وأن عذابي هو العذاب الأليم. ونبئهم عن ضيف إبراهيم. إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون. قالوا لا توجل إنا نبشرك بغلام عليم. قال أبشرتموني على أن مسني الكبر فبم تبشرون. قالوا بشرناك بالحق فلا تكن من
القانطين قال ومن يقنط من رحمة ربه إلا الضالون قال فما خطبكم أيها المرسلون قالوا إنا أرسلنا إلى قوم مجرمين إلا آل لوط إنا لمنجوهم أجمعين إلا امرأته قدرنا إنها لمن الغابرين അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ മാഹാത്മ്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യമസ്സുഹും, സ്വർഗത്തിൽ വച്ച് അവരെ ബാധിക്കുകയില്ല, സ്പർശിക്കുകയില്ല. മസ്സ യമസ്സു എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക, ബാധിക്കുക. ലാ യമസ്സുഹും ഫീഹാ നസബുൻ, അവരെ അവിടെ യാതൊരു ക്ഷീണവും ബാധിക്കുകയില്ല. നസബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, മുഷിപ്പ്, ജോലി ചെയ്ത് ക്ഷീണിക്കുന്നതിനാണ് നസബ് എന്ന് പറയുന്നത്. അധ്വാനിച്ച് ക്ഷീണിക്കുന്നതിന്, ആ നിലക്ക് ശാരീരികമായി മടുപ്പ് തോന്നുന്നതിനാണ് നസബ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള യാതൊരു ശാരീരികമായ ക്ഷീണവും സ്വർഗലോകത്ത് അവർക്ക് ഉണ്ടാവുകയില്ല. വമാഹും മിൻഹ, അവർ അതിൽ നിന്ന് ആയിരിക്കുകയില്ല. ബിമുഖ്റജീൻ, പുറത്താക്കപ്പെടുന്നവർ. അഖ്റജ യുഖ്രിജു എന്ന് പറഞ്ഞാൽ പുറത്താക്കുക, മുഖ്റജ് എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെടുന്നവൻ. വമാഹും മിൻഹ, അവർ ഒരിക്കലും അതിൽ നിന്ന് ആയിരിക്കുകയില്ല. ബിമുഖ്റജീൻ, പുറത്താക്കപ്പെടുന്നവർ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ യമസ്സുഹും ഫീഹാ നസബുൻ, അവരെ അവിടെ നസബ് ബാധിക്കുകയില്ല. യഅനി അൽ മശഖ്ഖത്തു വൽ അദാ, ബുദ്ധിമുട്ട്, ഉപദ്രവം, പ്രയാസം, ഇതൊന്നും അവരെ ബാധിക്കുകയില്ല. കമാ ജാഅ ഫി സ്വഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇന്നല്ലാഹ അമറനി, അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ ഉബശ്ശിറ ഖദീജ, ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ. നബിയുടെ ആദ്യ ഭാര്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ, സ്വർഗത്തിൽ മുത്തുകൾ കൊണ്ടുള്ള ഒരു വീട് അവർക്കുണ്ടായിരിക്കും. മുത്തുകൾ കൊണ്ടുള്ള വലിയ വിലപിടിപ്പുള്ള ഒരു വീട് അവർക്ക് സ്വർഗത്തിലുണ്ടായിരിക്കും. ആ വീടിൻ്റെ പ്രത്യേകത ലാ സഖബ ഫീഹി,
അവിടെ ശബ്ദങ്ങൾ അഥവാ പ്രയാസമുണ്ടാക്കുന്ന യാതൊരു സൗണ്ടും അവിടെ ഉണ്ടാവുകയില്ല. സ്വഹബ് എന്ന് പറഞ്ഞാൽ അസ്വാത്തുൻ വസിയാഹ, ഒച്ചയിട്ടുകൊണ്ടുള്ള സംസാരം, അതൊന്നും അവിടെ ഉണ്ടാവുകയില്ല. വല നസബുൻ, അവിടെ ആ വീട്ടിൽ യാതൊരു നിലക്കും ക്ഷീണവും ഉണ്ടാവുകയില്ല. ഇത് വിശ്വാസികൾക്കൊന്നടങ്കം ലഭിക്കുന്നതാണെങ്കിലും എന്തുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് ഇങ്ങനെ ഒരു വീട് സ്വർഗത്തിൽ ഓഫർ ചെയ്യാനുള്ള കാരണം? പ്രത്യേകിച്ചും അവിടെ പറയുന്നത് അവിടെ സൗണ്ട് ഉണ്ടാവുകയില്ല, ആരും ഒച്ചയിട്ട് സംസാരിക്കുകയില്ല, അവിടെ ക്ഷീണിക്കുകയുമില്ല. കാരണം പൊതുവേ സ്ത്രീകൾ അവരുടെ വീടുകളിൽ ക്ഷീണിതരാണ്. ഭർത്താവിനെ നോക്കണം, മക്കളെ നോക്കണം, കുട്ടികളുടെ ബഹളം, ഭർത്താവിൻ്റെ വഴക്ക്, അങ്ങനെ തുടങ്ങി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിൽ ഒരുപാട് അധ്വാനിക്കുന്നവരാണ്, വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്, അതേ സമയത്ത് ഒരുപാട് അക്രമങ്ങൾക്കും അനീതികൾക്കും വിധേയമാക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വർഗലോകത്ത് അവർക്ക് ആ നിലക്കുള്ള പ്രയാസങ്ങൾ അവരുടെ വീടുകളിൽ ഉണ്ടാവുകയില്ല. ദുനിയാവിൽ വീട്ടിലാകുമ്പോൾ ഭർത്താക്കന്മാരെ നോക്കണം, മക്കളെ നോക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സ്ത്രീകൾക്ക് സ്വർഗലോകത്തില്ല. അവിടെ ക്ഷീണിക്കാൻ ജോലി, ആ നിലക്കുള്ള ജോലികളില്ല, അവരോട് വഴക്കിടാൻ ആരും വരികയില്ല, ആ നിലക്കുള്ള ശബ്ദങ്ങൾ ഉണ്ടാവുകയില്ല. സമാധാനമുള്ള ശാന്തിയുള്ള വീട് അവർക്ക് സ്വർഗലോകത്തുണ്ട്. ഇത് ഖദീജ റളിയല്ലാഹു തആല അൻഹക്കുള്ള പ്രത്യേക സന്തോഷ വാർത്തയാണെങ്കിൽ വിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകൾക്കും അവരുടെ നിയ്യത്തിനനുസരിച്ച്, അവരുടെ ഇഖ്ലാസിനനുസരിച്ച്, അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഇൻഷാ അള്ളാഹ് കുടുംബത്തിൽ അവർ ചെയ്യുന്ന ത്യാഗങ്ങൾക്കനുസരിച്ച്, ഭർത്താവിനെയും മക്കളെയും നോക്കുന്ന വിഷയത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കനുസരിച്ച് ഇൻഷാ അള്ളാഹ് സ്വർഗലോകത്ത് അവർക്കൊക്കെ ഇതുപോലെയുള്ള വീടുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ സഹോദരികൾക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ പെൺമക്കൾക്കും എല്ലാവർക്കും ഇതേപോലെയുള്ള വീടുകൾ നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സ്ഥിരവാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, കൽപ്പനയാണ്, നബിയെ വാർത്ത നൽകണം. നബ്ബഅ യുനബ്ബിഉ എന്ന് പറഞ്ഞാൽ വാർത്ത നൽകുക. അങ്ങനെ നൽകുന്ന ആൾക്കാണ് നബി എന്ന് പറയുന്നത്. നബി എന്ന് പറഞ്ഞാൽ വാർത്ത നൽകുന്ന ആളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബ്ബി ഇബാദി, എൻ്റെ അടിമകളെ അറിയിക്കണം, സകല മനുഷ്യരെയും അറിയിക്കണം. എന്താണ് അറിയിക്കേണ്ടത്? അന്നി, തീർച്ചയായും ഞാൻ, അന്നി അന, തീർച്ചയായും ഞാൻ തന്നെയാകുന്നു, അൽ ഗഫൂറു, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ, അർ റഹീമു, അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനും. ഗഫൂർ എന്ന് പറഞ്ഞാൽ ദുൽ മഗ്ഫിറ, ദു അൽ മഗ്ഫിറ, പാപമോചനം നൽകുന്നവനാണ് ഗഫൂർ. റഹീം എന്ന് പറഞ്ഞാൽ ദുർ റഹ്മ, കാരുണ്യം കാണിക്കുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ജനങ്ങളെ അറിയിക്കണം എന്നാണ്. അപ്പോൾ ഇതൊരു മെസ്സേജാണ്, ഇത് സകല മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കേണ്ട ഒരു മെസ്സേജാണ്. എന്താണ് അതിൽ ഒന്നാമത്തെ കാര്യം? നബ്ബി ഇബാദി, എൻ്റെ അടിമകളെ മുഴുവൻ അറിയിക്കണം. അന്നി, തീർച്ചയായും ഞാൻ, അന, ഞാൻ തന്നെയാകുന്നു, അൽ ഗഫൂറു, പാപങ്ങളെല്ലാം പൊറുക്കുന്നവൻ, അർ റഹീമു, കരുണ കാണിക്കുന്നവനും. പിന്നെ അറിയിക്കേണ്ടത് എന്താണ്? വ അന്ന അദാബി, ഇതും കൂടെ അറിയിക്കണം എല്ലാവരെയും. എന്താണ് അറിയിക്കേണ്ടത്? വ അന്ന അദാബി, എൻ്റെ ശിക്ഷയാകട്ടെ, ഹുവൽ അദാബുൽ അലീം, അത് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ രക്ഷിക്കുന്നവനും ആരുമില്ല, അള്ളാഹുവിനെ പോലെ ശിക്ഷിക്കുന്നവനും ആരുമില്ല, അള്ളാഹുവിനെ പോലെ കരുണ കാണിക്കുന്നവനും വേറെ ആരില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ തന്നെ കഠിനമായി ശിക്ഷിക്കുന്നവനും വേറെ ആരുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതികഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്ന് മാനവ സമൂഹത്തെ അറിയിക്കണമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും വിശദീകരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു അറിയിപ്പ് ഏറെ ശ്രദ്ധേയമാണ്. കാരണം സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും സ്വയം തിരിച്ചറിയാൻ സാധിക്കും, അവൻ പാപിയാണ്, തെറ്റുകൾ സംഭവിച്ചു. ഒന്നുകിൽ വിശ്വാസത്തിൽ ശിർക്കും കുഫറുമുണ്ട്, ഇനി തൗഹീദ് ഉള്ളവരാണെങ്കിൽ തന്നെ മറ്റു ഒരുപാട് പോരായ്മകൾ, പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, പ്രവർത്തനങ്ങളിൽ, നിലപാടുകളിലൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ. ഈ അബദ്ധങ്ങളുമായി റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടിയാൽ
സ്വർഗലോകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല, മറിച്ച് ഞാൻ നരകത്തിലായിരിക്കും പോവുക. അതുകൊണ്ട് എന്ത് വേണം? എനിക്കെൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചേ മതിയാകൂ, എനിക്കെൻ്റെ റബ്ബിൻ്റെ മഗ്ഫിറത്ത് ലഭിച്ചേ മതിയാകൂ, എങ്കിലേ എനിക്ക് സ്വർഗലോകത്ത് പോകുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടട്ടെ, അവർ അള്ളാഹുവിനോട് റഹ്മത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നതിൻ്റെ മുന്നോടിയായി മഗ്ഫിറത്തിനെ കുറിച്ച് പറയുന്നത് കാണാം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും പിന്നെ സ്വർഗത്തിലേക്കും. കാരണം മഗ്ഫിറത്ത് കിട്ടിയാലേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും വമ്പിച്ച പ്രതിഫലമായ സ്വർഗവും ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം പാപമോചനം കിട്ടണം, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരണം, എങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. ഇക്കാര്യം ജനങ്ങളെ മുഴുവൻ അറിയിക്കണം. അവർ തൗബ ചെയ്യട്ടെ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങട്ടെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അവർ തേടുകയും ചെയ്യട്ടെ. അതുകൊണ്ട് ജനങ്ങളെ അക്കാര്യം അറിയിക്കണം. എന്നാൽ അധർമ്മത്തിൽ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ, സത്യനിഷേധത്തിൽ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ അവരെ ഇതുകൂടി അറിയിക്കണം. എന്ത്? വ അന്ന അദാബി, എൻ്റെ ശിക്ഷ, നരകത്തിലെ ശിക്ഷ, ഹുവൽ അദാബുൽ അലീം, അത് അങ്ങേയറ്റം വേദനയേറിയ ശിക്ഷയാണ് എന്നതുകൂടി അവരെ അറിയിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നരകമോചനത്തിന് വേണ്ടി റബ്ബിനോട് തേടുകയും നരകത്തിൽ പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ അള്ളാഹുവിനോട് കാവൽ തേടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുകയും സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങളിൽ അവർ മുന്നേറുകയും ചെയ്യുന്നതാണ്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാ വളരെ ശ്രദ്ധേയമായ, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്ന, ജീവിതത്തിൽ അമലാക്കേണ്ടുന്ന ചില പോയിന്റുകൾ പറയുന്നുണ്ട്. അതിപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ അറിയിക്കാൻ പറയുന്നത്. എല്ലാ മനുഷ്യരെയും അറിയിക്കണം. നബ്ബി ഇബാദി, എൻ്റെ അടിമകളെ അറിയിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നബ്ബി ഇന്നാസ്, മനുഷ്യരെ അറിയിക്കണം എന്നുള്ള വേർഡല്ല ഉപയോഗിച്ചത്, മറിച്ച് എൻ്റെ അടിമകളെ എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ അതിലുണ്ട്. റഹ്മാനായ റബ്ബിന് സൃഷ്ടികളോടുള്ള ആ കാരുണ്യം അതിലുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം, ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്, അവർ തൗബ ചെയ്താൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. എന്നാൽ അവർ നന്നാവാൻ തയ്യാറല്ലെങ്കിലോ ഞാൻ കഠിനമായി ശിക്ഷിക്കും എന്നവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അന്നിയാനൽ ഗഫൂറുർ റഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഫഇന്നഹും സഅഉ ഫിൽ അസ്ബാബിൽ മൂസിലതി ലഹും ഇലാ റഹ്മതിഹി, അവരെന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കാൻ ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളിലും അവർ ഏർപ്പെടും. ശ്രദ്ധിക്കുക, അള്ളാഹുവേ നീ നിൻ്റെ റഹ്മത്ത് എനിക്ക് തരണമേ, മഗ്ഫിറത്ത് നൽകണമേ എന്ന പ്രാർത്ഥനയിൽ അവർ ഒതുങ്ങുകയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടാനുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള ചില അധ്വാനങ്ങളുണ്ട്. ഈ അധ്വാനം അവർ ചെയ്യും. അങ്ങനെ അധ്വാനിക്കുന്നവരാകാൻ വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യം അറിയിച്ചത്. അതാണ് സഅഉ ഫിൽ അസ്ബാബ്, അവർ കാരണങ്ങളിൽ വ്യാപൃതരാകും. അൽ മൂസിലതി ലഹും ഇലാ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണോ അതൊക്കെ അവർ ചെയ്യും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ മനുഷ്യരോട്, സമസൃഷ്ടികളോട്, സഹജീവികളോട് കാരുണ്യം കാണിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്, അവിടേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതവർ കാഴ്ചവെക്കും. അതേപോലെ തന്നെ മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടിയും അവർ പ്രവർത്തിക്കും. സൂറത്ത് ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റണം. അപ്പോൾ എന്ത് സംഭവിക്കും? യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. അതിനു പുറമെ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്ന ഒരാൾക്ക് അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നല്ല വാക്കുകൾ പറയുകയും വേണം. നല്ല വാക്കുകൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അപ്പോൾ റഹ്മത്ത് ലഭിക്കാൻ ഒരുപാട് അമലുകളുണ്ട്, ആ അമലുകൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന ഒരുപാട് അമലുകളുണ്ട്, ആ അമലുകൾ ചെയ്യണം. ധാരാളം അമലുകളുടെ പ്രതിഫലമായി പറയപ്പെട്ടതുപോലും എന്താണ്? മഗ്ഫിറത്താണ്. ഒരു ഉംറ, 2 ഉംറകൾക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ ഒരു ഉംറ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഉംറയ്ക്ക് ശേഷം ചെയ്ത ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. റമളാനു ഇലാ റമളാൻ, ഒരു റമളാനിൽ ഒരാൾ നോമ്പ് നോറ്റാൽ അയാളുടെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എന്തിനേറെ പറയണം, ഇമാം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് ആമീൻ എന്ന് ഇമാം പറയുമ്പോൾ ഇമാമിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും ആമീൻ എന്ന് പറഞ്ഞാൽ അത് മലക്കുകളുടെ ആമീനുമായി ഒത്തുവരും, ആ വ്യക്തിയുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ ഇമാമിൻ്റെ കൂടെ ആമീൻ എന്ന് പറയുന്നത് പോലും മഗ്ഫിറത്തിനുള്ള സബബാണ്. അള്ളാഹു അങ്ങനെ ഒരുപാട് അസ്ബാബുകൾ, കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. റഹ്മത്ത് നേടിയെടുക്കുവാനും മഗ്ഫിറത്ത് നേടിയെടുക്കുവാനും ഒരുപാട് അസ്ബാബുകളുണ്ട്. ആ അസ്ബാബുകളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കണം. അതിനാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി പിന്നെ അവരെന്ത് ചെയ്യും? പാപങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും. അഖ്ല എന്ന് പറഞ്ഞാൽ ആ തെറ്റിനെ ഉപേക്ഷിക്കലാണ്. തെറ്റ് ചെയ്തുകൊണ്ട് പാപങ്ങൾ പുറത്തു തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഒരു അബദ്ധം പറ്റി, ഒരു തെറ്റ് സംഭവിച്ചു എങ്കിൽ അവർ അള്ളാഹുവിനെ ഉടനെ ഓർക്കുന്നു, എന്നിട്ട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നു. അള്ളാഹു അല്ലാതെ പാപം പുറത്തു തരാൻ ആരാണുള്ളത്? എന്നാൽ അറിഞ്ഞുകൊണ്ട് അവർ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. ശ്രദ്ധിക്കുക, വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ആ തിന്മ അവർ ആവർത്തിക്കുകയില്ല, അല്ലെങ്കിൽ ആ തിന്മ ചെയ്യുകയില്ല. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ പുറത്തു തരണമേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ എന്തു വേണം? ആ തെറ്റിനെ പരിപൂർണമായും ഉപേക്ഷിക്കണം, എന്നിട്ട് തൗബ ചെയ്യണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. ഇങ്ങനെ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കാനും അവൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുവാനും ആവശ്യമായ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടണം. ഇങ്ങനെയൊക്കെ ഏർപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും, മഗ്ഫിറത്ത് ലഭിക്കും എന്ന ഈ ഒരു ചിന്ത മാത്രം മനസ്സിൽ നിറയാൻ പാടില്ല. പിന്നെയോ വമഅ ഹാദാ ഫലാ യൻബഗി അൻ യതമാദാ ബിഹിമുർ റജാ ഇലാ ഹാലിൽ അംനി വൽ ഇദ്ലാൽ ഫനബ്ബിഉഹും വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം ഐ ലാ അദാബ ഫിൽ ഹഖീഖ ഇല്ലാ അദാബല്ലാഹി അല്ലദീ ലാ യുഖാദറു فإنهم إذا عرفوا أنه لا يعذب عذابه أحد ولا يوثق وثاقه أحد حذروا وأبعدوا عن كل سبب يوجب لهم العقاب. അദ്ദേഹം പറയുന്നത്, അള്ളാഹു കാരുണ്യവാനാണ് പൊറുക്കുന്നവനാണ് എന്നത് മാത്രം ചിന്തിച്ചിട്ട് ആ ഒരു പ്രതീക്ഷയിൽ മാത്രം നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പിന്നെയോ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനമായ ശിക്ഷയാണ് എന്ന ഓർമ്മയും അവരിലുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി റഹ്മത്തിൻ്റെ അസ്ബാബുകൾ എന്തൊക്കെയാണോ ആ കാരണങ്ങളൊക്കെ അവർ പ്രവർത്തിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്ന വിഷയം എത്ര മൈന്യൂട്ടാണെങ്കിലും അതിനെ അവർ എന്ത് ചെയ്യും? ഒഴിവാക്കും. കാരണം ഇതും കൂടി പഠിച്ചു വെക്കണം. അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണ്, റഹ്മത്ത് നൽകുന്നവനാണെന്ന് മാത്രം പഠിച്ചാൽ പോരാ. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും അറിയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അല്ലാഹു രക്ഷിക്കുന്നത് പോലെ രക്ഷിക്കാൻ ആരുമില്ല, അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുന്നവരും ആരുമില്ല. കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, നിന്റെ റബ്ബിൻ്റെ പിടുത്തം അതികഠിനമാണ്. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറ വഹിയ ളാലിമ ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ്. അല്ലാഹുവിൻ്റെ പിടുത്തം എന്ന് പറഞ്ഞാൽ
അങ്ങേയറ്റം വേദനയുള്ള പിടുത്തമാണ്, കഠിനമായ പിടുത്തമാണ്. ഈ ബോധം ഉണ്ടാവണം. അപ്പം എന്ത് ചെയ്യും? ശിക്ഷയിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. മിസ്ഖാൽ ദർറത്ത് ഷർറാണെങ്കിലും അതിൻ്റെ ഫലമുണ്ടാകും. എത്ര ചെറിയ മൈന്യൂട്ടായ തിന്മയാണെങ്കിലും അതിനൊരു ശിക്ഷ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ ഈ ലോകത്ത് വെച്ച് ലഭിക്കും, അല്ലെങ്കിൽ ഖബറിൽ വെച്ച്, അല്ലെങ്കിൽ മഹ്ശറിൽ വെച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ നരകത്തിൽ വെച്ച്. എവിടെ വെച്ചാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ആ മഗ്ഫിറത്ത് ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ബോധമുണ്ടായാൽ ശിക്ഷ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കും. അപ്രകാരമായിരുന്നു സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഖൈറായ യാതൊന്നിലും നിങ്ങളെല്ലാവരേക്കാളും മുന്നിൽ ഞാൻ ഉണ്ടാകും, ഷർറായ യാതൊന്നിനെ തൊട്ടും നിങ്ങളെല്ലാവരേക്കാളും വിദൂരമായിരിക്കും ഞാനെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു തെറ്റിനെയും നിസ്സാരമായി കരുതാൻ പാടില്ല. ഒരു തെറ്റിനെയും നിസ്സാരമായി കരുതാൻ പാടില്ല. ഞാനെപ്പോഴും എൻ്റെ ദർസുകളിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന സംഭവമാണ്. ധാരാളമായി ഇബാദത്ത് ചെയ്ത വ്യക്തി, അള്ളാഹുവിന് ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, നിരന്തരം തെറ്റ് ചെയ്യുന്ന തൻ്റെ അയൽവാസി ഒരിക്കൽ ആ വ്യക്തിയോട് ഉപദേശിച്ചു കൊണ്ടിരിക്കെ, എന്തിനാണ് എപ്പോഴും നീ എൻ്റെ പിറകെ കൂടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യം പിടിച്ചിട്ട്, അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്, ആ വൈകാരികത, ആ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞത്, അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരൂല, അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അങ്ങനെ പറയാനുള്ള അധികാരം ആ വ്യക്തിക്കുണ്ടോ? എത്ര തെറ്റ് ചെയ്തവർക്കും പുറത്തു കൊടുക്കുന്നല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിരിക്കെ തൻ്റെ ദേഷ്യം കാരണം താൻ ആരോടാണോ പ്രബോധനം ചെയ്യുന്നത് ആ വ്യക്തിയോട് പറയാണ്, അള്ളാഹു നിന്നെ സ്വർഗത്തിലാക്കൂല, അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല. അത് അയാളുടെ വികാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കിയില്ല എന്നാണ്. ആ വാക്ക് അള്ളാഹു മാപ്പാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ വ്യക്തിയെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് ആ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ അള്ളാഹു പറയും, എൻ്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്ത് പോയിക്കോ. എന്നാൽ ഇബാദത്തിൽ മുഴുകിയ വ്യക്തിയോട് പറയും, എൻ്റെ പേരിൽ അറിവില്ലാത്തത് പറഞ്ഞ, എൻ്റെ വിഷയത്തിൽ എൻ്റെ അടിമയെ നിരാശപ്പെടുത്തിയ നീ നരകത്തിലേക്ക് പോകുമെന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെന്തായാലും സ്വർഗത്തിലായിരിക്കും. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്, അതൊന്നും അള്ളാഹു വലിയ കാര്യമാക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഞാൻ നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വദാലികും ളന്നുകുമുല്ലദീ ളനതും ബിറബ്ബികും അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ധരിച്ചു വെച്ച ചില ധാരണകളാണ് നിങ്ങളെ നശിപ്പിച്ചതും നഷ്ടക്കാരിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതും. അപ്പം റബ്ബിനെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാവരുത്. ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ധാരണകളെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാകുവാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഫലഅബ്ദു യംബഗി അൻ യകൂന ഖൽബുഹു ദായിമൻ ബൈനൽ ഖൗഫി വറജാ. അതുകൊണ്ട് തന്നെ ഒരടിമയുടെ മനസ്സിൽ എപ്പോഴും ഈ രണ്ട് വികാരങ്ങളും ഒരേപോലെ നിറഞ്ഞു നിൽക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. പേടി മാത്രമാവരുത്, പ്രതീക്ഷ മാത്രമാവരുത്. പേടി മാത്രമായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, പ്രതീക്ഷ മാത്രമായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. രണ്ടും വേണം. വറഗ്ബത്തി വറഹ്ബ, ആഗ്രഹവും വേണം, പേടിയും വേണം. ഫഇദാ നളറ ഇലാ റഹ്മത്തി റബ്ബിഹി. ശരിക്കൂ ഇനിയുള്ള വേർഡ്സ് വളരെ നല്ല മനോഹരമായ വാക്കുകളാണ്, ഫിഖ്ഹിൽ നിന്നുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ. അദ്ദേഹം പറയുകയാണ്, ഫഇദാ നളറ ഇലാ റഹ്മത്തി റബ്ബിഹി വമഗ്ഫിറതിഹി വജൂദിഹി വഇഹ്സാനി. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ ഔദാര്യം, അവൻ്റെ ഇഹ്സാൻ, അവൻ്റെ നന്മ, അത് ലഭിക്കുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി കണ്ടാൽ അഹ്ദസ ലഹു ദാലിക റജാഉ വറഗ്ബ, ആ ഒരു പ്രതീക്ഷയും ആഗ്രഹം ഉണ്ടാവണം. എന്നിട്ട് ആ അമൽ എന്ത് ചെയ്യണം? വാരിപ്പുണരണം. ഫസ്തബിഖുൽ ഖൈറാത്ത്, പുണ്യങ്ങളിൽ മത്സരിച്ച് മുന്നേറൂ. റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും കാത്തു നിൽക്കരുത്, ആലോചിച്ച് നിൽക്കരുത്. എത്രയും പെട്ടെന്ന് അത് അമലാക്കണം, അത് സ്വായത്തമാക്കണം. റബ്ബിൻ്റെ റഹ്മത്ത് അറിയാതെ പ്രവർത്തിച്ചവരെ പോലും റബ്ബ് കാത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ദാഹിച്ച് വലഞ്ഞ നായയെ കണ്ടപ്പോൾ, ഞാൻ അനുഭവിച്ച അതേ ദാഹമാണല്ലോ ഈ നായയും അനുഭവിക്കുന്നത്, അതുകൊണ്ട് ഈ നായക്ക് വെള്ളം കൊടുക്കണമെന്ന് കരുതി കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം കോരിയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ
അതിലൂടെ തൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ഞാൻ സ്വർഗത്തിലാകുമെന്നൊരു പക്ഷേ ആ വ്യക്തി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമലിനോട് നന്ദി കാണിക്കുകയും റഹ്മാനായ റബ്ബ് ആ അടിമയുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് ആ അടിമയെ സ്വർഗത്തിലാക്കുകയും ചെയ്തു. നമ്മുടെ കണ്ണിൽ ചെറിയൊരു കാര്യമാണ്. നായക്ക് വെള്ളം കൊടുക്കുക, കോഴിക്ക് വെള്ളം കൊടുക്കുക, മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുക, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ഒരുപക്ഷേ വിശന്നു വലഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന പൂച്ചയായിരിക്കാം, മറ്റൊരു മൃഗമായിരിക്കാം. നാം കൊടുക്കുന്ന ആ ഭക്ഷണവും വെള്ളവും കാരണം നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയും. മനുഷ്യനാവണമെന്നില്ല, മൃഗമായാൽ തന്നെ മതി. റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ സാധ്യതയുള്ള എത്ര ചെറിയ കാര്യങ്ങളെയും അവഗണിക്കാതിരിക്കുക. എന്നാൽ അതേ സന്ദർഭത്തിൽ വൈദാ നളറ ഇലാ ദുനൂബിഹി വതഖ്സീരിഹി ഫീ ഹുഖൂഖി റബ്ബിഹി അഹ്ദസ ലഹുൽ ഖൗഫ് വർ-റഹ്ബ വൽ-ഇഖ്ലാഉ അൻഹാ. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടമില്ല, കോപമാണ്, റബ്ബ് പുറത്തു തരൂല, തെറ്റായ കാര്യമാണ് എന്നിങ്ങനെ താൻ അറിയുന്ന ഒരു കാര്യം, ആ വിഷയത്തിൽ തനിക്ക് വല്ല പോരായ്മയുണ്ട്, അതിലേക്ക് മനസ്സ് ചായ്വ് കാണിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അതെത്ര നിസ്സാരമാണെങ്കിലും ശരി. പല ആളുകളും ചോദിക്കുന്നത് വൻ പാപമാണോ? കബായിറുകളിൽ പെട്ടതൊന്നല്ലല്ലോ, ചെറിയ പാപല്ലേ, അത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നവർ, അവർ യഥാർത്ഥത്തിൽ ഈ ഒരു സൂക്ഷ്മതയിൽ കുറവ് വരുന്നത് കൊണ്ടാണത്. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ റഹ്മത്തിൻ്റെ 1000 വാതിൽ കണ്ടാലും പറയും അത് സുന്നത്തല്ലേ, ഫർളൊന്നുമല്ലല്ലോ, മുസ്തഹബല്ലേ, സുന്നത്തല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം വാരിക്കോരി ലഭിക്കുന്ന വിഷയമാണ് നവാഫിലുകൾ, സുന്നത്തായ കാര്യങ്ങൾ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എൻ്റെ അടിമകൾ സുന്നത്തുകൾ ധാരാളമായി ചെയ്ത് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ എൻ്റെ മഹബ്ബത്ത് ആ അടിമയിൽ സ്ഥിരപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ മഹബ്ബത്ത് സ്ഥിരപ്പെടും സുന്നത്തുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചാൽ. പലരും ഫർളല്ലാത്തതൊന്നും ചെയ്യേണ്ടതില്ല എന്നൊരു ധാരണയിലാണ്. അതേപോലെ തന്നെ വൻ പാപമല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ പാപങ്ങളൊക്കെ അതൊക്കെ അങ്ങ് പൊറുക്കപ്പെടും എന്നുള്ള ധാരണയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും അത്തരം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നോമ്പുകാരിയായ ഒരു സ്ത്രീ, എന്നും നമസ്കരിക്കുന്ന ഒരു സ്ത്രീ, തഹജ്ജുദ് നമസ്കരിക്കുന്ന സ്ത്രീ, ധാരാളം നമസ്കരിക്കുന്ന ഒരു സ്ത്രീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. എന്താ കാരണം? നാവ് കൊണ്ട് മറ്റുള്ളവരെ അവൾ ഉപദ്രവിക്കും. അയൽവാസികളെ നാവ് കൊണ്ട് ഉപദ്രവിക്കുക. നാവ് കൊണ്ട് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഈ ഇബാദത്തുകളൊക്കെ പാഴായി പോകും. ഉപദ്രവിച്ചവർക്ക് ഇതിൻ്റെ പുണ്യങ്ങളൊക്കെ നൽകപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ തെറ്റായ ധാരണ വെച്ച് പുലർത്തരുത്. റബ്ബിനെക്കുറിച്ച് ശരിക്കും അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അസ്മാഉ വസിഫാത്തുകൾ അറിയൽ നിർബന്ധമാണ്. 2 നിലക്കുള്ളതും. അതിന് ഈ 2 ആയത്തുകളും തെളിവാണ്. കാരണം ഇതുവരെ ഈ പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളൊക്കെ ജനങ്ങൾക്ക് ഓതി കൊടുക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ഉലമാക്കൾ പറയുന്നത് ഖുൽ എന്ന് പറഞ്ഞുകൊണ്ടോ നബ്ബി എന്ന് പറഞ്ഞുകൊണ്ടോ പ്രത്യേകം പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്തുകൾ ഈമാനുള്ളവരെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മളോട് പറയാണ്, നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞു, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നതുപോലെ ഖുൽ, നബിയെ പറയണം എന്ന് പറയുമ്പോൾ അതിന് ഗൗരവമുണ്ട്. അതേപോലെ ഇവിടെ പറയുന്നത് എന്താണ്? നബ്ബി, ജനങ്ങളെ അറിയിക്കണം. അന്നിയാനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറാണ് റഹീമാണ്. അള്ളാഹുവിൻ്റെ 2 ഇസ്മുകളാണ്, അതിൽ 2 സിഫാത്തുകളുമുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാവു സിഫാത്തുകൾ പഠിക്കലും പഠിപ്പിക്കലും നിർബന്ധമാണ് എന്ന് കാണിക്കുന്നതാണ്. എങ്കിലേ തെറ്റിദ്ധാരണല്ലാതിരിക്കൂ. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ അത് കഠിനമായ ശിക്ഷയാണ്, അതും അറിഞ്ഞിരിക്കണം. ഇത് 2ഉം അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വനബ്ബിഉഹും, അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തിനെ സംബന്ധിച്ച്? അൻ ദൈഫി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അതിഥികളെ സംബന്ധിച്ച്, ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്ന അതിഥികളെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ മലക്കുകളായിരുന്നു. സൂറത്ത് ഹൂദിലൊക്കെ നമ്മൾ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വനബ്ബിഉഹും അൻ ദൈഫി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്ടിൽ വന്ന അതിഥികളെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇദ് ദഖലു അലൈഹി, അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ, ദഖല യദ്ഖുലു ദുഖൂലൻ,
അവർ പ്രവേശിച്ചപ്പോൾ ഫഖാലു അവർ പറയുകയും ചെയ്തു. എന്ത് പറഞ്ഞു? സലാമൻ, അഥവാ അവർ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നവർ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഫഖാലു അവർ പറഞ്ഞു സലാമൻ, അവർ സലാം പറഞ്ഞു. ഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സലാം മടക്കിയതിന് ശേഷം, ഈ ആയത്ത് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സലാം മടക്കിയില്ല എന്നാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കാണാം, വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലു സലാമ ഖാല സലാം, ഖാല സലാം, തിരിച്ച് സലാം മടക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇദ് ദഖലു അലൈഹി ഫഖാലു സലാമ, അവർ സലാം പറഞ്ഞു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന മിൻകും, ഞങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വജിലൂൻ, പേടിയുള്ളവരാണ്. വജില യൗജലു വജലൻ, വജില യൗജലു വജലൻ എന്ന് പറഞ്ഞാൽ ഖാഫ, ഭയപ്പെടുക, പേടിക്കുക. ഇന്ന മിൻകും വജിലൂൻ, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പേടിയുള്ളവരാണ്. ഇതും എപ്പോഴാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞ അതേ ആയത്തിൽ കാണാം, ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, അവർ വന്ന് സലാം പറഞ്ഞു, സലാം മടക്കി. ആരാണ് എന്താണ് എന്നൊന്നും ചോദിക്കാതെ നല്ല ഒരു മൂരിക്കുട്ടിയെ അവർ വേവിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. ഫലമ്മ റഅ ഐദിയഹും ലാ തസ്ലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖീഫ, എന്നാൽ അത്രയും നല്ല ഒരു ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും യുവാക്കളായ അവർ, പ്രത്യേകിച്ചും യുവാക്കളുടെ മുന്നിൽ അത്രയും നല്ലൊരു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൈവെക്കാതിരിക്കൂല. പക്ഷെ ഇവർ കൈവെക്കുന്നില്ല. ഇത്രയും നല്ലൊരു ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് യുവാക്കളായ അവർ അതിലേക്ക് കൈ നീട്ടാതിരുന്നപ്പോൾ പേടി തോന്നി. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അതിനിടയിലുണ്ട്. അത് മറ്റധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഇത് ദഖലു അലൈഹി, അവരവിടെ പറഞ്ഞപ്പോൾ പ്രവേശിച്ചപ്പോൾ ഫഖാലു, അവർ പറഞ്ഞു സലാമൻ, സലാം പറഞ്ഞു. ഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന മിൻകും വജിലൂൻ, ഞങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഭയമുള്ളവരാണ്. അതേപോലെ തന്നെ ഇവിടെ സലാം പറഞ്ഞു എന്ന് പറഞ്ഞു. സൂറത്ത് ഹൂദിൽ നമുക്ക് കാണാം, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ച സന്ദർഭത്തിൽ അത്ഭുതപ്പെട്ടു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇണ അത്ഭുതപ്പെട്ടു. അപ്പോൾ ആ അതിഥികൾ ചോദിക്കുന്നുണ്ട്, മലക്കുകൾ ചോദിക്കുന്നുണ്ട്, ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയെ സംബന്ധിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, റഹ്മത്തുല്ലാഹി വബറകാതുഹു. അപ്പോൾ സലാമും പറഞ്ഞിട്ടുണ്ട്, റഹ്മത്തുല്ലാഹും പറഞ്ഞിട്ടുണ്ട്, വബറകാതുഹു, ആ മൂന്നും തികച്ചും പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പറയാം, ഒറ്റയടിക്ക് പറയാം, എല്ലാം അനുവദനീയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ, നിങ്ങൾ ഏതൊരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെയുള്ള അഹ്ലുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സലാം പറഞ്ഞ് അതിനു പുറമെ അതല്ലാതെ പ്രാർത്ഥിച്ചൂടെ? അല്ലാതെ പ്രാർത്ഥിക്കാം. നമ്മളൊരു വീട്ടിൽ പോയി, നമ്മളൊരു സൽക്കാരത്തിന് പോയി, നമ്മളൊരു വീട്ടിൽ പോയി, നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി, ആ വീട്ടുകാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അതൊന്നും ബിദ്അത്തല്ല. ബിദ്അത്താവുന്നത് എപ്പോഴാണ്? അതിനൊരു പ്രത്യേക രീതി സ്വീകരിക്കുകയും അത് കൂട്ടം കൂടി ചെയ്യുകയും പിന്നെ അതിൻ്റെ പേരിൽ കുറച്ച് പൈസ വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതൊരു അനാചാരമാക്കി തീർക്കുമ്പോഴാണ് അത് ബിദ്അത്താകുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ഹദീസുകൾ പരിശോധിക്കൂ. നബിയും സഹാബികളും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരേതൊരു വീട്ടിൽ പോയാലും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവർക്ക് വേണ്ടി ആവശ്യത്തിന് പ്രാർത്ഥിച്ചിട്ടേ അവർ വരാറുള്ളൂ. സലാം പറയുന്നതിന് പുറമെ അതൊരു പ്രാർത്ഥനയാണ്. അതിനു പുറമെ ആ വീട്ടുകാർക്ക് വേണ്ടി, ആ അഹ്ലുകാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അതാണ് ഇവിടെ മലക്കുകളും ചെയ്തത്. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, ഓ കുടുംബക്കാരെ, വീട്ടുകാരെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ. നോക്കൂ നിങ്ങൾ, ആ നിലക്കൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഖാല ഇന്ന മിൻകും വജിലൂൻ, അവർ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പേടി തോന്നുന്നു, കാരണം അവർ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഖാലു, അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഈ അതിഥികൾ പറഞ്ഞു, ലാ തൗജൽ, താങ്കൾ ഭയപ്പെടേണ്ടതില്ല. വജില എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക. ലാ തൗജൽ, ഇന്ന, തീർച്ചയായും ഞങ്ങൾ, നുബശ്ശിറുക, താങ്കൾക്കൊരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്, ബിഷാറത്തിനു വേണ്ടി വന്നതാണ്. ബശ്ശറ യുബശ്ശിറു തബ്ശീറൻ, സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ബിഗുലാമിൻ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, അലീം,
അറിവാളനായ ഒരു കുഞ്ഞ്, നല്ല അറിവുള്ള വിജ്ഞാനമുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. കാരണം ഈ വന്നത് സാറ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. അവർക്കുള്ളത് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഹാജറിൽ കുഞ്ഞുണ്ടായിട്ടുണ്ട്, അവർക്ക് ഗ്യാപ്പ് വന്നിട്ടില്ല. ഗ്യാപ്പ് വന്നത് ഇവരുടെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അത്ഭുതമായത്, ഇത്രയും പ്രായമായിട്ടും മക്കളോ. അതുകൊണ്ടാണ് അവർ അത്ഭുതപ്പെടാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ഇന്നാ നുബശ്ശിറുക, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വരികയാണ്. ബിഗുലാമിൻ, ഒരു കുട്ടി. എങ്ങനെയുള്ള കുട്ടി? അലീം, അറിവുള്ള കുട്ടി, വിജ്ഞാനമുള്ള, പ്രവാചകനാകാൻ പോകുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇതിൽ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് മാത്രം ഞാൻ പറയട്ടെ. ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇൽമുള്ളൊരു മോനാണ്, അറിവുള്ള മകൻ. അതാണ് ഇന്നാ നുബശ്ശിറുക, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പറഞ്ഞയച്ചാൽ സന്തോഷ വാർത്ത അറിയിക്കണമെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ളത് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിഗുലാമിൻ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, ബിഗുലാമിൻ അലീം, വിജ്ഞാനമുള്ള അറിവുള്ള ഒരു കുട്ടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത. അറിവുള്ള മക്കൾ ഏതൊരു മാതാപിതാക്കളുടെയും കൺകുളിർമയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ അത് വേണം. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ റബ്ബേ. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ നീ ഇമാമിയങ്ങളാക്കണേ, നേതാക്കളാക്കണേ, നേതൃത്വമാക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ആ നിലക്ക് അറിവുള്ള മക്കൾ എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. ആ ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. ഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അബശ്ശർതുമൂനി, നിങ്ങൾ എനിക്ക് സന്തോഷ വാർത്ത നൽകുകയാണോ? അബശ്ശർതുമൂനി അലാ അമ്മസ്സനിയൽ കിബറു, ഞാൻ വൃദ്ധനായതിന് ശേഷം, ഞാൻ വൃദ്ധനായി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വയസ്സനായി, ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ എന്നെ സന്തോഷ വാർത്ത അറിയിക്കുകയാണോ? ഫബിമ തുബശ്ശിറൂൻ, എന്നിരിക്കെ നിങ്ങൾ സന്തോഷ വാർത്ത നൽകുന്നത് എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഫബിമ തുബശ്ശിറൂൻ, നിങ്ങൾ എന്താണ് എനിക്ക് ഈ സന്തോഷ വാർത്ത അറിയുന്നത്? ഞാൻ വാർദ്ധക്യത്തിലെത്തി, അങ്ങേറ്റം വൃദ്ധനായി, ഈ സമയത്ത് സന്താനമുണ്ടാകുമെന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. ഫബിമ തുബശ്ശിറൂൻ, അത് ആശ്ചര്യം കൊണ്ട് ചോദിക്കുകയാണ്, നിഷേധം കൊണ്ടല്ല. നിഷേധം കൊണ്ടല്ല, അത് നിഷേധം കൊണ്ടല്ല എന്നടുത്ത ആയത്തുകളിൽ നിന്ന് മനസ്സിലാകും. അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ഇത്രയും പ്രായമായ എനിക്ക് ഒരു കുട്ടി ഉണ്ടാകുമെന്നാണോ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നത്? ഫബിമ തുബശ്ശിറൂൻ ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ബശ്ശർനാക ബിൽ ഹഖ്, ഞങ്ങൾ സത്യമാണ് പറയുന്നത്, ന്യായപ്രകാരമാണ് പറയുന്നത്, വ്യക്തമായി റബ്ബിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ബശ്ശർനാക ബിൽ ഹഖി ഫലാ തകുൻ, അതുകൊണ്ട് ഒരിക്കലും താങ്കളാവരുത് മിനൽ ഖാനിതീൻ, നിരാശരായ ആളുകളുടെ കൂട്ടത്തിലാവരുത്. എന്തിനാണ് നിരാശപ്പെടുന്നത്? നിരാശ വേണ്ട എന്ന് പറഞ്ഞു. ഖാനിത യഖ്നതു ഖുനൂതൻ, ഖാനിത എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക. ഖാനിത യഖ്നതു ഖുനൂതൻ വഹുവ ഖാനിത് ഫലാ തകും മിനൽ ഖാനിതീൻ, താങ്കൾ നിരാശരുടെ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിലാവരുത്, ഞങ്ങൾ സത്യമാണ് സന്തോഷ വാർത്തയായി അറിയിക്കുന്നത്. ഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി നിരാശ കൊണ്ടല്ല, പിന്നെയോ അദ്ദേഹം പറയാണ്, വമൻ യഖ്നതു, ആര് നിരാശപ്പെടും? ആര് നിരാശപ്പെടും? എന്നോട് അതല്ല വിഷയം, അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയാണ്. വമൻ യഖ്നതു, ആര് നിരാശപ്പെടും? മിൻ റഹ്മത്തി റബ്ബിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആര് നിരാശപ്പെടും? ഇല്ലദ്ദാല്ലൂൻ, വഴിപിഴച്ചവരല്ലാതെ. വല്ല യദില്ലു ദലാലൻ വഹുവ ദാല്ലുൻ, വഴിതെറ്റിയ വഴിപിഴച്ച വഴി അറിയാത്തവനല്ലാതെ വേറെ ആർക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശ ഉണ്ടാവുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിദായത്തിൻ്റെ ആളുകൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടുകയില്ല, അവർ പാപികളാണെങ്കിൽ പോലും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തം ശരീരത്തോട് ധാരാളമായി തെറ്റുകൾ ചെയ്തു പോയ എൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്,
ഒരിക്കലും നിരാശ ഉണ്ടാവാൻ പാടില്ല. അതാണ് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് തിരിച്ചു ചോദിക്കുകയാണ്, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആരാണ് നിരാശപ്പെടുക? ഇല്ലദ്ദാല്ലൂൻ, വഴിതെറ്റിയവരല്ലാതെ. അതുകൊണ്ട് ഒരിക്കലും തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നാം നിരാശപ്പെടരുത്. അത് ഏത് വിഷയത്തിലാണെങ്കിലും. നിങ്ങൾ രോഗികളാണോ, ആ രോഗം ഒരുപാട് കാലമായി തുടരുന്നു, അപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയാവേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അള്ളാഹുവേ, എന്നെ ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, എന്നെ രോഗം ബാധിച്ചിരിക്കുന്നു, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കാരുണ്യം കാണിക്കുന്നവൻ നീയല്ലേ റബ്ബേ. വർഷങ്ങളോളം രോഗിയായി കിടന്നിട്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അല്പം പോലും നിരാശയില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടിട്ടില്ല. വിശ്വാസികൾ ഒരിക്കലും തന്നെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് കടബാധ്യതകളുണ്ടോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിരാശപ്പെടരുത്. പാപികളാണോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിരാശപ്പെടരുത്. രോഗികളാണോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിരാശപ്പെടരുത്. ചുറ്റുപാടിലും ഒരുപാട് പരീക്ഷണങ്ങൾ കാണുന്നുണ്ടോ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആശ്വാസമുണ്ട്. ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അള്ളാഹുവിൽ നിന്നൊരാശ്വാസം വരാനുണ്ട്. അതിനെക്കുറിച്ച് ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരാശപ്പെടുന്നത് സത്യനിഷേധികൾ മാത്രമാണ്, കുഫാറുകൾ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത്, അവനിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത്. ഇൻഷാ അള്ളാഹ് ഖൈറുണ്ടാകും. പക്ഷേ ആർക്കാണ്? അതുകൂടി പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു ഏത് വിഷയത്തിലും ഒരു എക്സിറ്റ് കാണിച്ചു കൊടുക്കും, ഒരു മഖ്റജ് അള്ളാഹു കാണിച്ചു കൊടുക്കും ഉറപ്പായിട്ടും. ഒരുപാട് ചുറ്റിത്തിരിയാൻ അള്ളാഹു അനുവദിക്കൂല. ആരെ? മുത്തഖീങ്ങളെ. പിന്നെയോ മഖ്റജ്, എക്സിറ്റ്, അത് കാണുക തന്നെ ചെയ്യും. ജീവിതത്തിൽ അങ്ങനെ അള്ളാഹു എന്ത് പ്രശ്നങ്ങളിൽ നിന്നും ഒരു എക്സിറ്റ് അള്ളാഹു കാണിച്ചു തരും. പക്ഷെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഹറാം ഹലാലുകളെക്കുറിച്ച് കരുതലുണ്ടാകണം. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കും. ഇത് പറയുന്നത് സൂറത്തു ത്വലാഖിലാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ഭാര്യാഭർത്താക്കന്മാർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട രണ്ടായത്തുകളാണിത്. കുടുംബജീവിതം, ഓരോ ഭർത്താവും ഓരോ ഭാര്യയും എക്സിറ്റ് പ്രതീക്ഷിക്കുന്ന വലിയൊരു ലോകമാണ് വീട് എന്നുള്ളത്. കാരണം പെട്ടെന്ന് എക്സിറ്റ് ആവാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. എങ്ങനെ രക്ഷപ്പെടും ഈ ഭർത്താവിൽ നിന്ന്, എങ്ങനെ രക്ഷപ്പെടും ഈ ഭാര്യയിൽ നിന്ന്? ധാരാളം ആളുകൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ എക്സിറ്റ് അള്ളാഹു കാണിച്ചു തരും, കാര്യങ്ങളിൽ എളുപ്പമുണ്ടാകും. സയ്യജ്അലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ, അതും ഈ അധ്യായത്തിലാണ്, സൂറത്തു ത്വലാഖിലാണ്. ബുദ്ധിമുട്ടിന് ശേഷം ഒരു എളുപ്പമുണ്ടാകും. ക്ഷമിക്കുക. റബ്ബ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു ഭർത്താവ് തയ്യാറായാൽ കാര്യങ്ങളൊക്കെ മറയും. നമ്മുടെ കാഴ്ചപ്പാടുകളും മാറണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ ഇന്നലെ വരെ നിങ്ങൾ വെറുപ്പോടുകൂടി കണ്ട ഭാര്യയെ ഇന്ന് നിങ്ങൾക്ക് സ്നേഹത്തോടു കൂടി കാണാൻ പറ്റും. നിങ്ങളുടെ ഇൽമ് അതിന് നിങ്ങളെ പ്രാപ്തരാക്കും. ഇന്നലെ വരെ നിങ്ങൾ വെറുപ്പോടുകൂടി കണ്ട ഭർത്താവിനെ നല്ല കണ്ണോടുകൂടി സ്നേഹത്തോടു കൂടി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൽമ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ബസീറത്ത് അതിന് നിങ്ങളെ സഹായിക്കും. അതിനു പുറമെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സൂക്ഷ്മത, റബ്ബിനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന, മറ്റ് അദ്കാറുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ സഹായിക്കുന്നതാണ്. അങ്ങനെ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിലൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. വിശ്വാസികൾ അതിനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം അദ്ദേഹം അവരോട് ചോദിച്ചു, ആ അതിഥികളോട് ചോദിച്ചു, ഖാല ഫമാ ഖത്ബുക്കും അയ്യുഹൽ മുർസലൂൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫമാ ഖത്ബുക്കും. ഖത്ബ് എന്ന് പറഞ്ഞാൽ ഷഅ്ന്, അംർ. ഫമാ ഖത്ബുക്കും, നിങ്ങളുടെ മുഖ്യ വിഷയം എന്താണ്? അയ്യുഹൽ മുർസലൂൻ, ഓ മുർസലീങ്ങളെ, അഥവാ അള്ളാഹു അയച്ച ദൂതന്മാരെ. അവർക്ക് മനസ്സിലായത് മലക്കുകളാണ്, മുർസലുകളാണ്, അയക്കപ്പെട്ടവരാണ്. മുഖ്യ ലക്ഷ്യം ഈ സന്തോഷ വാർത്ത അറിയിക്കലല്ല. പക്ഷെ അതിൻ്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൂടി അവർക്കൊരു ദൗത്യമായി ഏൽപ്പിച്ചു.
എന്നാൽ അവർക്ക് മറ്റെന്തോ ഒരു ഡ്യൂട്ടി ഉണ്ട് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി. അവരുടെ സംസാരത്തിൽ നിന്നോ മറ്റോ അവർക്ക് മറ്റെന്തോ ഒരു വലിയ ലക്ഷ്യമുണ്ട് ഭൂമിയിലേക്ക് വന്നതിന് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഫമാ ഖതുബുക്കും അയ്യുഹൽ മുർസലൂൻ, ഓ അയക്കപ്പെട്ട ദൂതന്മാരെ, നിങ്ങൾ വന്ന പ്രധാന മുഖ്യ വിഷയം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, ഉർസിൽന, അയക്കപ്പെട്ടിരിക്കുന്നു, ഇലാ ഖൗമിൻ മുജ്രിമീൻ, അക്രമികളായ ഒരു ജനതയിലേക്ക്, സദോമിലേക്ക്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയിലേക്ക്. ഷിർക്കും സ്വവർഗരതിയുമായിരുന്നു അവരിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് തെറ്റുകൾ. ഒന്നവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരുന്നു, രണ്ടാമത്തത് അവർ സ്വവർഗരതിയിൽ തൃപ്തിപ്പെട്ടവരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് തന്നെ പറയുന്നു, അവർ അക്രമികളാണ്. ഖൗമുൻ മുജ്രിമീൻ, മുജ്രിമീങ്ങളായ ഒരു ജനവിഭാഗം. അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ അയച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാര്യങ്ങളൊക്കെ വളരെ സഹനത്തോടുകൂടിയും കാരുണ്യത്തോടുകൂടിയും നോക്കിക്കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലൊരു പേടി, തൻ്റെ സഹോദരൻ, തൻ്റെ അർദ്ധ സഹോദരൻ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുണ്ട്, അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമുണ്ട്, എന്തായിരിക്കും അവരുടെ കാര്യം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ വന്ന അതിഥികളോട്, മലക്കുകളോട് തർക്കിച്ചു എന്നാണ്. അവരിൽ സാലിഹീങ്ങളുണ്ട്, നല്ലവരുണ്ട്, പിന്നെ എങ്ങനെയാണ് അവരെ നശിപ്പിക്കുക? ഇബ്രാഹിം നബിയുടെ കാരുണ്യം മനസ്സിൽ നിന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, പേടിക്കണ്ട, ഇല്ലാ ആല ലൂത്ത്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം ഒഴികെ അവരെ ഞങ്ങൾ നശിപ്പിക്കൂല. ഇന്നാ ലമുനജ്ജൂഹും അജ്മഈൻ, അവരെ എല്ലാവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തും. ആലു ലൂത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമെ അടക്കം ഉൾപ്പെടും. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയെയും കുടുംബത്തെയും ഒഴികെ. ഇന്ന, തീർച്ചയായും ഞങ്ങൾ, ലമുനജ്ജൂഹും, നജ്ജായു നജ്ജി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. ഇന്നാ ലമുനജ്ജൂഹും, ഞങ്ങൾ അവരെ രക്ഷപ്പെടുത്തും, അജ്മഈൻ, എല്ലാവരെയും. ഇല്ല ഇംറഅതഹു, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ഒഴികെ, അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ഒഴികെ. മുഫസ്സിരീങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു, അതിലൊരു ഭാര്യയാണ് അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിലേക്ക് പോയി എന്ന അർത്ഥത്തിലല്ല നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. മറിച്ച് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രഹസ്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ അക്രമികളായ ആളുകൾക്ക് വാർത്ത എത്തിച്ചു കൊടുത്തിരുന്നു. അതേപോലെ തന്നെ അവർ വിശ്വസിക്കാനും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഇല്ല ഇംറഅതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒഴികെ. ഖദ്ദർന, അവരെ ഞങ്ങൾ പ്രത്യേകം കണക്കാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. ഇന്നഹാ ലമിനൽ ഗാബിരീൻ, നിശ്ചയമായും അവൾ ഗാബിറുകളിൽപ്പെടും. ഗാബിർ എന്ന് പറഞ്ഞാൽ ഗബറ യഗ്ബുറു, ഗുബൂർ എന്ന് പറഞ്ഞാൽ ബാക്കിയാവുക, ശിക്ഷയിൽ ബാക്കിയാവുന്നവരിൽ, നശിപ്പിക്കപ്പെടുന്നവരിൽ. ഐ അൽ ബാഖീൻ അൽ മുഹ്ലക്കീൻ എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനർത്ഥം നൽകിയത്. നശിപ്പിക്കപ്പെടുന്ന, ബാക്കിയാകുന്ന ആളുകളിൽ അവരെ ഉൾപ്പെടുത്തും, അഥവാ നശിപ്പിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടും. അവരെ രക്ഷപ്പെടുത്തുകയില്ല, അവർ നശിപ്പിക്കപ്പെടും. അതല്ലാത്ത ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമെ അടക്കമുള്ള മുഴുവൻ കുടുംബക്കാരെയും ഞങ്ങൾ രക്ഷിക്കുന്നതാണ് എന്ന് ആ മലക്കുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതുകൂടി സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഗുണപാഠങ്ങളും വിശ്വാസികൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന അടിമകൾക്ക്, സ്വർഗം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്, നരകത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആവശ്യമായ എല്ലാ നിലക്കുമുള്ള വിശദീകരണങ്ങൾ. വലഖദ് ളറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ, ഈ ഖുർആനിൽ നാനാതരത്തിലൂടെ നാം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അതൊക്കെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച ഞാനും നിങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മത്സരിച്ച് മുന്നേറുക, അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട എല്ലാത്തിൽ നിന്നും വിദൂരമായി മാറി നിൽക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു